കേരളത്തിൽ നിന്ന് ഒരു 20,000 അല്ലെങ്കിൽ 30,000 സ്റ്റുഡൻസ് ആണ് വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളൊക്കെ വിദേശ പഠനത്തിന് വേണ്ടി സെലക്ട് ചെയ്ത പോയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം എന്തുകൊണ്ടായിരിക്കാം ഇത്രയും ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത്? വൈ സ്റ്റഡി അബ്രോഡ്? നമുക്കതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ഗ്ലോബൽ എക്സ്പോഷർ തന്നെയാണ്. ഗ്ലോബൽ എക്സ്പോഷർ അതുമാത്രമല്ല, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ, ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഗ്ലോബൽ എക്സ്പോഷർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറിൽ അവിടുത്തെ മോഡേൺ ലാബുകൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈബ്രറി, ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് ആക്സസ് കിട്ടുകയാണ്. അതുമാത്രമല്ല, അവിടുത്തെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ടീച്ചിങ് മെത്തേഡുമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡാണ് അവിടെ വരുന്നത്. കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കും നമ്മളുടെ അവിടെയുള്ള വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എങ്ങനെയായിരിക്കും, നമ്മൾ ഇവിടെ ബുക്ക് വായിച്ച് പഠിച്ച് മെമ്മറൈസ് ചെയ്തിട്ട് അത് ഏറ്റവും കൂടുതൽ പേപ്പറുകൾ എഴുതുന്ന ആൾക്കാർക്ക് കൂടുതൽ മാർക്ക്. ആ സിസ്റ്റം മാറിയിട്ട് അവിടെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾക്ക് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ കൾച്ചർ പഠിക്കാനും അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ ഐഡിയകൾ കിട്ടുകയും അങ്ങനെ നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുമ്പോൾ കിട്ടും. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റിയും ഹയർ സാലറിയും. നിങ്ങൾ വിദേശത്ത് പോയിട്ട് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി അത്രയും വാല്യൂ ഉള്ളതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അത്രയും വാല്യൂ ഉള്ള അല്ലെങ്കിൽ വേൾഡ് വൈഡ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റിയും വേൾഡ് വൈഡ് ആവുക എന്നുള്ളതാണ്. പല രാജ്യങ്ങളിലും ഇന്ത്യയേക്കാൾ വേഗത്തിൽ വളരുന്ന പല ഇൻഡസ്ട്രീസ് ഉണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ടെക് പരമായിട്ടുള്ള അല്ലെങ്കിൽ AI പോലുള്ള കാര്യങ്ങളൊക്കെ USA ഭയങ്കര ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അവരുടെ ഇൻഡസ്ട്രി ഭയങ്കര വലിയ ഇൻഡസ്ട്രിയാണ്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് UK ഭയങ്കരമായിട്ട് വലിയൊരു ഇൻഡസ്ട്രി ആയി മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വളർന്നു വരുന്നൊരു രാജ്യമാണ്, അല്ലെങ്കിൽ വളർന്ന ഒരു രാജ്യമാണ്. നമുക്ക് ഫാർമ നോക്കുകയാണെങ്കിൽ അയർലൻഡ്, കാരണം അയർലൻഡ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ഫാർമ ഹബ്ബ് എന്നാണ് പറയുന്നത്. ഫാഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പാരീസ്, നമുക്ക് ഫ്രാൻസിൽ പാരീസ് നമുക്ക് ഭയങ്കരമായിട്ട് വലിയൊരു ഇൻഡസ്ട്രിയാണ് പാരീസിൽ. UK ലണ്ടൻ ഭയങ്കരമായിട്ട് ഫാഷനുമായി ബന്ധപ്പെട്ട വലിയൊരു ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ഇന്ത്യയേക്കാൾ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പല ഇൻഡസ്ട്രികളും പല രാജ്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് ജോബ് കിട്ടാനുള്ള സാധ്യതയും ഭയങ്കരമായിട്ട് കൂടുകയാണ്. വിദേശത്ത് പഠിക്കുക എന്ന് പറയുന്നത് വെറും ഒരു അക്കാദമിക് ഗ്രോത്ത് മാത്രമല്ല, അതൊരു പേഴ്സണൽ ഗ്രോത്തും കൂടിയാണ്. നിങ്ങൾ വീട് വിട്ടിട്ട് ഒരുപാട് ദൂരെ നിങ്ങൾ താമസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടി വരും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യും. നിങ്ങൾക്ക് ഫിനാൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. നിങ്ങൾ കുക്കിംഗ് പഠിക്കും. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടും. ഇതൊക്കെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പല രാജ്യങ്ങളിലുള്ള പല ആൾക്കാരെ കാണുകയും അവരുടെയൊക്കെ കൾച്ചർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയും അവരുടെ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും. ഇതൊക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജോബ് മാർക്കറ്റിൽ ഭയങ്കര വാല്യൂ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സ്റ്റുഡൻറ്റ് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതിൻ്റെ കാരണങ്ങൾ. നമുക്ക് ഇതൊക്കെ വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.